അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും കരമുയർത്തി സ്തുതിച്ച് ആരാധിക്കട്ടെ. രാജാതിരാജനായ യേശുവിനെ ആരാധിക്കട്ടെ. ലോകത്തിന്റെ രക്ഷകനായ യേശുവിനെ ആരാധിക്കട്ടെ. പാപത്തിന് മനുഷ്യനെ രക്ഷിക്കുന്ന യേശുവിനെ ആരാധിക്കട്ടെ. സർവസ്വവും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി കർത്താവിനെ ആരാധിക്കുക. അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. മനമുരുകി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇത് കർത്താവിന്റെ സമയമാ, രക്ഷയുടെ സമയമാ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന സമയമാ. ഈ സമയം ഷാലോം ടിവിയിലൂടെ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളിലേക്കും കർത്താവിന് ശക്തി വ്യാപരിക്കട്ടെ. വചനത്തിന് ശക്തി വ്യാപരിക്കട്ടെ. കൂദാശകളുടെ ശക്തി വ്യാപരിക്കട്ടെ. രണ്ടും കരമുയർത്തി അധരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച മക്കളെ, യേശുവേ യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. അബ്രാഹത്തെ പോലെ ആരാധിച്ച് യേശുവേ ആരാധന. ഈസഹാക്കിനെ പോലെ ആരാധിച്ച് യേശുവേ ആരാധന. പുരോഹിതഗണത്തെ പോലെ ആരാധിച്ച് യേശുവേ ആരാധന. പ്രവാചകന്മാരെ പോലെ ആരാധിച്ച് യേശുവേ ആരാധന. രക്തസാക്ഷികളെ പോലെ ആരാധിച്ച് യേശുവേ ആരാധന. പരിശുദ്ധമ്മയെ പോലെ ആരാധിച്ച് യേശുവേ ആരാധന. വിശുദ്ധാത്മാക്കളെ പോലെ ആരാധിച്ച് യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിച്ച് യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം തിരുവചനം. യേശു 12 പേരോടായി ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഈ സമയത്ത് ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. നീയാണല്ലോ ദൈവത്തിന്റെ പരിശുദ്ധൻ. ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. 3 കാര്യങ്ങളാ ശിമിയോൻ പത്രോസിന് പറയാനുള്ളത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടയില്ല കർത്താവേ. 2, നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. 3, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, യേശു കർത്താവാണ് എന്ന്
അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കാം. രക്ഷ പ്രാപിക്കാനുള്ള മാർഗം എന്താ പറഞ്ഞു തരുന്നേ? യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം, ഹൃദയത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്യണം, എങ്കിൽ നിനക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതാ. പത്രോസ് പറയാറുണ്ട്, കർത്താവേ, ഞങ്ങൾ വലയും വഞ്ചിയും എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുക. ഇനി ഞങ്ങൾക്ക് പോകാനൊരിടമില്ല, തിരിഞ്ഞു നോക്കാൻ ഒരു വഴിയില്ല. ഇത് പറഞ്ഞ വ്യക്തിയാ പത്രോസ്. നമുക്കും പറയാൻ സാധിക്കണം, ഈശോയെ, എനിക്ക് നിന്റെ അടുക്കൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഒരിടവുമില്ല കർത്താവേ. ഇതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ശക്തി കേന്ദ്രം, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം. നമുക്ക് കാണാൻ സാധിക്കും 121 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും അസാധ്യതകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ അസാധ്യതകളായിക്കൊള്ളട്ടെ, സഹനങ്ങളായിക്കൊള്ളട്ടെ, മറ്റൊരു സ്ഥലത്തേക്ക് നീ ഓടിപ്പോവേണ്ട ആവശ്യമില്ല. നീ ഓടി വരേണ്ട സ്ഥലം എവിടെയാ? എനിക്ക് സഹായം എവിടെ നിന്ന് കിട്ടും? എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്. അമേരിക്കയിലെ വൈദികരൊക്കെ എല്ലാ ദിവസവും പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങുന്ന പുസ്തകത്തിൻ്റെ പേരാ ഡെയിലി ബ്രെഡ്. ഈ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ചീഫ് എഡിറ്റർ ഹെൻറി ബോഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ പുസ്തകം ഇറക്കാൻ വേണ്ടി പ്രചോദനം കിട്ടിയത് എന്തായിരുന്നുവെന്നോ? 7 വയസ്സുള്ള ഹെൻറി ബോഷ്, ഇദ്ദേഹം ആസന്ന മരണനായി കിടക്കുക, എന്തെന്നില്ലാത്ത രീതിയിൽ രോഗപീഠകൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തും 7 വയസ്സുകാരനായി ഈ കുഞ്ഞ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവിന് ഗാനങ്ങൾ ആലപിക്കുന്നു. അവനെ ശുശ്രൂഷിക്കാൻ വരുന്ന നഴ്സുമാര്, ഡോക്ടർമാര് ഈ കുഞ്ഞിനെ കാണുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി കാണുമ്പോഴുണ്ടല്ലോ വല്ലാത്ത സന്തോഷം. അവൻ എപ്പോഴും പറയും, യേശു എന്നെ രക്ഷിക്കും, യേശു എന്നെ രക്ഷിക്കും, ജീസസ് ഈസ് മൈ സേവിയർ, യേശു എൻ്റെ എല്ലാമാണ്. എന്നിരുന്നാലും അവന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാർക്കറിയാം, നഴ്സുമാർക്കറിയാം, അവന്റെ മാതാപിതാക്കൾക്കറിയാം. ഈ കുഞ്ഞിന്റെ വിശ്വാസം, 7 വയസ്സുള്ള കുഞ്ഞിന്റെ വിശ്വാസം കണ്ട് കൂടെയുള്ളവരൊക്കെ അത്ഭുതപ്പെടാൻ തുടങ്ങി. എന്നിരുന്നാലും ആ നഴ്സുമാരും അവനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരും എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ 7 വയസ്സുകാരൻ്റെ അതിമാരകമായ രോഗം അവിടെ വെച്ച് സൗഖ്യം പ്രാപിക്കുക. വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായി. മരണത്തെ മുഖാമുഖം കണ്ട് വൈദ്യശാസ്ത്രം കൈവിട്ടിരിക്കുന്ന ഹെൻറി ബോഷ് എന്ന് പറയുന്ന 7 വയസ്സുകാരൻ, ആ കുഞ്ഞ് അവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ 7-ാം വയസ്സിൽ അവൻ തീരുമാനമെടുക്കുക, ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി. എത്രാമത്തെ വയസ്സിലാ? 7-ാമത്തെ വയസ്സിലാ കുഞ്ഞ് തീരുമാനമെടുത്ത്, ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി. ഇതിനുശേഷം ഇവൻ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ തുടങ്ങിയതാ ഈ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്ന ആ പുസ്തകം, എല്ലാ ദിവസവും ഹോമിൽ കൊടുക്കുന്ന ആ ബുക്ക്, അതിൻ്റെ ചീഫ് എഡിറ്ററായി അവൻ മാറുക. സങ്കീർത്തന പുസ്തകം 118-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ദുരിതങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപേക്ഷിച്ചത് മറ്റാരെയല്ല, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എനിക്ക് രക്ഷ എവിടെ നിന്നാ? പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നീയല്ല ഞങ്ങൾക്ക് ആരോ ഉള്ളേ? ഇന്നും പ്രിയപ്പെട്ടവരെ, ദുരിത കയങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ, കടബാധ്യത, രോഗങ്ങൾ, മക്കള് ജീവിതമൊക്കെ തകർന്ന് തമ്പോറായി കിടക്കുന്ന അവസ്ഥ, ഇനി ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിരാശപ്പെടുകയല്ല, ആത്മഹത്യയല്ല ജീവിതത്തിന്റെ ഉത്തരം. യേശുവിന്റെ സവിധേ ഈ പത്രോസിനെ പോലെ പറയാൻ സാധിക്കണം, പത്രോസിനെ പോലെ വരാൻ സാധിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാം തിരുവചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ വചനം നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാം തിരുവചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്.
കർത്താവിൻ്റെ ഈ വചനം പറയുമ്പോൾ തന്നെ നിന്നിലേക്കൊരു ശക്തി ഒഴുകുന്നില്ലേ? ഈ ദീപികാലത്തൊരു ശക്തി, നിന്റെ ജീവിതത്തിന് ഒരു ശക്തി, പ്രത്യാശയൊക്കെ ലഭിക്കുന്നില്ലേ? വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് കാണിച്ചു തരും. കണ്ടോ പ്രിയപ്പെട്ടവരെ, നിലവിളിക്കുന്ന മനുഷ്യന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഈ ദിവ്യ കാരണത്തിലേക്ക് നോക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചിരിക്കുന്ന ഏത് മക്കളെയാണ് കർത്താവ് വെറും കൈയോടെ വിട്ടിരിക്കുന്നത്? നിലവിളിക്കുന്ന മക്കളും നിലവിളി കേൾക്കുന്ന ദൈവമാ നമ്മുടെ മുമ്പിൽ ദിവ്യ കാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്നേ. ഇസ്രായേൽ ജനം 400 വർഷക്കാല ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നേ. ആ ജനം ആ ദുരിത കയത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവം ആ ജനത്തിന് നിലവിളി കേട്ടു. അവിടേക്ക് മോശയെ അയക്കുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോയുടെ കരങ്ങളിൽ നിന്ന് മോശ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ അടുത്ത പ്രശ്നം. അവിടെ മുമ്പിൽ ചെങ്കടൽ വന്നു കിടക്കുക. ഈ ചെങ്കടലിന് മുമ്പിൽ ദൈവം പ്രവർത്തിക്കുന്നില്ലേ? മോശയോട് ദൈവമായ കർത്താവ് പറയുന്നു, മോശേ നിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ആ വടിയുണ്ടല്ലോ, ചെങ്കടലിൽ നേരെ ഉയർത്തുക. മോശ കരമുയർത്തി. മോശയുടെ കരങ്ങളിലിരിക്കുന്ന ആ വടി കൊണ്ട് ചെങ്കടലിനെ 2ആക്കി മുറിച്ചു. അതിലൂടെ ഇസ്രായേൽ ജനം അത്ഭുതകരമായി രക്ഷപ്പെടുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആരൊക്കെ നിനക്കെതിരായാലും നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഈ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് നിന്നെ കൈവിടില്ല. തളരരുത് മക്കളെ, തകരരുത്. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മക്കളായിരിക്കാം, ഇനിയൊരു രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയായിരിക്കാം, പരീക്ഷയിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം, രോഗപീഠകളായിരിക്കാം, ഒരുപക്ഷേ ഇനി ഒരു രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളിലേക്ക് കർത്താവ് വരും. പത്രോസിനെ പോലെ നിനക്കും പറയാൻ സാധിക്കണം, ഞാൻ മറ്റൊരു സ്ഥലത്തേക്കും പോകില്ല. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നീയല്ല ഞങ്ങൾക്ക് ആരുള്ള കർത്താവേ. ഇതായിരുന്നു പത്രോസ് പറഞ്ഞത്. രണ്ടാമതായി പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ വചനങ്ങൾ, വാക്കുകൾ നിന്റെ പക്കലുണ്ട് എന്ന്. പത്രോസിന് അവിശ്വാസം ഉണ്ടായിരുന്നു. നിത്യജീവന്റെ വാക്കുകൾ, വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ പക്കലേക്ക് വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാ. തിരുവചനം നിന്റെ കുടുംബത്തിൽ ഇരിക്കുന്നില്ലേ? ഇതിലെ ഓരോ വാക്കിന്റെയും പ്രത്യേകത എന്താ? ദൈവം സംസാരിച്ചതാ അപ്പോസ്തലന്മാരുടെ, പ്രവാചകന്മാരിലൂടെ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാ. നിവേശിതം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ ശ്വാസമേറ്റതാ, ദൈവം ശ്വസിച്ചതാ. അതുകൊണ്ട് ഈ വചനം പറയുമ്പോൾ ആ വചനത്തിന് ശക്തിയുള്ള, ഈ വചനത്തിലൂടെ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നത്. ലോകത്തിൽ ഒരുപാട് വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. ഈ വാക്കുകളൊന്നും നമുക്ക് മാനസാന്തരം തരുന്നില്ല. വചനം എവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടെയെല്ലാം മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുനാളിൽ തന്നെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം ദൈവത്തിന്റെ വചനം. ഈ വചനം മക്കളെ ഹൃദയങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ ആ മക്കളെ ജീവിതം തകർന്നു പോവില്ല. ഈ വചനം അവിടെ ജീവിതത്തിന് പ്രത്യാശ നൽകും. യേശുവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. യേശു ഒരു യഹൂദനായിരുന്നു. ഒരു യഹൂദ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അമ്മ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട്. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യേശു ജനിച്ചു വീണപ്പോൾ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ ആ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിന്നീട് യേശുവിന് ഒരുപാട് ജ്ഞാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ യേശു കാൽവരിയുടെ നെറുകയിൽ
ആ കുരിശിൽ കിടന്ന് പിടയുന്ന സമയത്ത് യേശുവിൻ്റെ കൂടെ യേശുവിന് ശക്തിയായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? യേശു ഓർത്തത് മറ്റൊന്നുമല്ല, ഈ അമ്മ പഠിപ്പിച്ചു കൊടുത്ത ആ വചനല്ലേ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ കുഞ്ഞുനാളി മുതൽ ദൈവത്തിൻ്റെ വചനം കൽപ്പിച്ചു കൊടുക്ക. എത്ര കാലം നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ മടിയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും? ഇന്നല്ലെങ്കിൽ നാളെ അവരുടേതായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കേണ്ടതാ. അതിൻ്റെ മുമ്പിൽ പ്രതിസന്ധികൾ വരും, പ്രലോഭനങ്ങൾ വരും, പ്രകോപനങ്ങൾ വരും. ഇവിടെയെല്ലാം നമ്മുടെ മക്കൾ പിടിച്ചു നിൽക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ പഠിപ്പിക്കുന്ന ശാസ്ത്രങ്ങളല്ല, ട്യൂഷന് വിട്ടതുകൊണ്ടല്ല, മറ്റൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിലുണ്ടാവണം. അതാണ് പത്രോസ് പറയുന്നത്, നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. വീണ്ടും പത്രോസ് പറയുക, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാ. ജനം വിളിച്ചു പറഞ്ഞു, ഇവൻ തച്ചനാ. സാത്താൻ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന്. എന്നാ പത്രോസ് പറയുക, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. മുട്ടുകൾ കുത്തി നിന്നേ, രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് ഈ പത്രോസിനെ പോലെ നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരം തുറന്ന് ഹൃദയം തുറന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഒരുപക്ഷെ കരികട്ട പോലെയുള്ള നിന്റെ ജീവിതമായിരിക്കാം. ഈ കരിക്കട്ട പോലത്തെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന് ശക്തി വ്യാപരിക്കാം. നീ ഒരു തീക്കട്ടയായി മാറാം. കരിക്കട്ടയാവുന്ന നിന്റെ ജീവിതം, പാപം, മ്ലേച്ഛത, തിന്മകളെല്ലാം നിറഞ്ഞിരിക്കുന്ന ജീവിതം ഈ ദിവ്യകാരണത്തോട് ചേർന്നിരിക്കുമ്പോൾ, വചനത്തോട് ചേർന്നിരിക്കുമ്പോൾ നിനക്ക് അനുഭവിക്കാം. നീ ഒരു തീക്കട്ടയായി മാറാൻ പോവുക. എത്രയോ ജീവിതങ്ങളെ മാറ്റിയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ സമയം നിന്നിലേക്ക് അവിടെ വ്യാപരിക്കട്ടെ. രണ്ട് കരമുയർത്തി വിളിച്ചുണരട്ടെ, യേശുവേ. തള്ളിപ്പറഞ്ഞിട്ടും ചങ്കോടു ചേർത്ത് എന്നെ നീ സ്നേഹിച്ചു. ദൈവമേ, എന്നെ നീ സ്നേഹിച്ചു. ഈശോയേ, തള്ളിപ്പറഞ്ഞിട്ടും ചങ്കോടു ചേർത്ത് എന്നെ നീ സ്നേഹിച്ചു. ആരാധന. ദൈവമേ, എന്നെ നീ സ്നേഹിച്ചു. ആരാധിക്കട്ടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന. പത്രോസിനെ പോലെ നീയും വിളിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന, ആരാധന, യേശുവേ ആരാധന. രണ്ട് കരകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യനാ പത്രോസ്. ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല എന്ന് പറഞ്ഞ പത്രോസ്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് തിരിച്ചറിയാൻ സാധിച്ച ശിഷ്യനാ പത്രോസ്. എന്നാൽ പത്രോസും ഒരു ദുർബല നിമിഷത്തിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ലേ? എന്തായിരുന്നു പത്രോസിന്റെ പരാജയത്തിന്റെ കാരണം? ഗെത്സമേൻ തോട്ടത്തിൽ യേശു രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. ആ സമയത്ത് പത്രോസ് ഉറങ്ങിയായിരുന്നു. പത്രോസിന്റെ പ്രാർത്ഥനയില്ലായ്മ അവന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, എവിടെയെല്ലാം പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പോകുന്നു, വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ടു പോകുന്നു, കുമ്പസാരമില്ലാത്ത ജീവിതങ്ങളായി മാറുന്നു. ഈ പത്രോസിന്റെ അവസ്ഥയാ നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങൾ കടന്നു വരും. യേശുവുമായി ഒട്ടി നിൽക്കുന്ന ഒരവസ്ഥ. ഈശോയെ, ഞാൻ ആരുടെ പക്കലേക്ക് പോകും? നീ മാത്രം എന്റെ ജീവിതത്തിന്റെ സർവസ്വവും. ഈ കർത്താവിനോട് ചേർന്നിരിക്കാൻ ഒരു ഭാഗ്യം നിനക്ക് ലഭിക്കട്ടെ. കർത്താവിനൊന്ന് വിളിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തത് വിളിച്ച് യേശുവേ, യേശുവേ എന്ന് വിളിച്ചേ. എല്ലാ മക്കളും ഒന്ന് വിളിച്ചേ, യേശുവേ, യേശുവേ എന്ന് വിളിച്ചേ. അധരം തുറന്നൊന്ന് വിളിച്ചേ. ഇരു കരമുയർത്തി വിളിച്ചുണരട്ടെ, യേശുവേ.
പറഞ്ഞിട്ടും ചങ്കോടു ചേർത്ത് എന്നെ നീ സ്നേഹിച്ചു. എല്ലാവരും ദൈവമേ എന്നെ നീ സ്നേഹിച്ചു. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധിച്ചേ. ആരാധന ആരാധന യേശുവേ ആരാധന. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. പ്രാർത്ഥിക്കാൻ മറന്ന ശിഷ്യൻ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നവരുടെ മുമ്പിൽ അവൻ വാളെടുത്തു. ബലപ്രയോഗമായിരുന്നു പത്രോസിന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. നമ്മളും ഓർത്തോ, പ്രാർത്ഥന നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഈ ബലപ്രയോഗവും കൊലപാതകവും ഒന്നിനു പുറകെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് ഇതുപോലെയല്ലേ? എന്നാ പ്രിയപ്പെട്ടവരെ, ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുക്കുവാൻ നമ്മോട് അവിടെ നിന്ന് പറയുക. നമ്മളെടുക്കുന്ന വാൾ എന്താ? പല ബലപ്രയോഗങ്ങളും. എന്ന ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുത്തോ. ഈ ആത്മാവിന്റെ വാള നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയായി തീരേണ്ടത്. വചനം പഠിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, തീഷ്ണതയില്ലാത്ത അവസ്ഥ, വചനം തുറന്നിട്ട് തന്നെ ദിവസങ്ങളായി നാളുകളായ കുടുംബങ്ങൾ, ഈ സമയം നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. അധരം തുറന്നൊന്ന് വിളിച്ച മക്കളെ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ പത്രോസിനെ പോലെ നീ ഒന്ന് വിശ്വാസത്തോടുകൂടെ വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. അധരം തുറന്നൊന്ന് വിളിച്ചേ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് ആരാധിക്കട്ടെ. യേശുവേ. തള്ളിപ്പറഞ്ഞിട്ടും ചങ്കോടു ചേർത്ത് എന്നെ നീ സ്നേഹിച്ചു. ദൈവമേ എന്നെ നീ സ്നേഹിച്ചു. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. തള്ളിപ്പറഞ്ഞിട്ടും ചങ്കോടു ചേർത്ത് എന്നെ നീ സ്നേഹിച്ചു. ദൈവമേ എന്നെ നീ സ്നേഹിച്ചു. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ്. എന്നാൽ പ്രധാന പുരോഹിതന്റെ അങ്കണത്തിൽ വേലക്കാരിയുമൊത്ത് തീക്കായൽ ഇരുന്ന പത്രോസ് പാപത്തിന് കാരണമായില്ലേ? നമ്മൾ ഓർക്കുക, പാപത്തിന്റെ സ്ഥലം, പാപത്തിന്റെ വ്യക്തികൾ, തൊഴിൽ, വിനോദം. എന്നാൽ കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസിന് മാനസാന്തരം ഉണ്ടാവുക. ഒരുപക്ഷേ ഇന്നും നിന്റെ ജീവിതം ഇതുപോലത്തെ അവസ്ഥയാ. കർത്താവ് ഞാൻ പാപം ചെയ്യില്ല എന്ന് നീ ഓരോ കുംഭസാരത്തിലും നീ പറയുന്നുണ്ട്. പലരെയും നീ പാപത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. നിന്റെ പ്രവൃത്തി പല വ്യക്തികളെയും പാപത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ നീ തിരിച്ചറിഞ്ഞു, പാപത്തിന്റെ സാഹചര്യങ്ങൾ, പാപത്തിന്റെ വ്യക്തികൾ എല്ലാം വിട്ടുപേക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച മക്കളെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ശ്വേ നന്ദി, ശ്വേ സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വേ നിന്നെ തള്ളി പറഞ്ഞിട്ടും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ശ്വേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ശ്വേ നന്ദി, ശ്വേ സ്തുതി, ശ്വേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വേ നന്ദി, ശ്വേ സ്തുതി, ശ്വേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തള്ളിപ്പറഞ്ഞിട്ടും ശങ്കോ
സ്നേഹിച്ചു. ദൈവമേ എന്നെ നീ സ്നേഹിച്ചു. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന.